പെരിയാറിലേക്ക് പാതാളം ബണ്ട് തുറന്നുവിട്ടതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. തുറന്നുവിട്ട വെള്ളത്തിന് വലിയ നിറവ്യത്യാസമാണുള്ളത്. രാസമാലിന്യത്തിന്റെ സാന്നിധ്യം സംശയിക്കാവുന്ന തരത്തിൽ വെള്ളം കലങ്ങി മറിഞ്ഞിട്ടുമുണ്ട്. ബണ്ട് തുറന്നുവിട്ടതിന് പിന്നാലെയാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാവാനും തുടങ്ങിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകളെ കൂട്ടമായി വാരിയെടുത്ത് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് വാരി എറിഞ്ഞുകൊണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായത്. നേരത്തെ കണ്ട ദൃശ്യങ്ങളാണ് ആ രാസമാലിന്യം കലർന്ന വെള്ളം തുറന്നുവിട്ടത്. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ശ്യാം, പെരിയാർ എന്നാൽ എത്രയോ മനുഷ്യർക്ക് കുടിവെള്ളമാണ്, എത്രയോ ജീവജാലങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെ കേരളത്തിന്റെ പാരിസ്ഥിതിക സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നദി, അവിടെയാണ് ഇത്രയും കടുപ്പത്തിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ടിരിക്കുന്നത്. ഇത് നേരത്തെയും പതിവുള്ളതാകാം, ഇത്തവണ അത് ഇത്രയേറെ ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞുവെന്നതാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ അടങ്ങിയോ? ആ കടലാസിലെ ഉറപ്പിൽ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇനിയും പ്രതിഷേധിക്കേണ്ട സാഹചര്യം തന്നെയാണോ? ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ടോ? ദിവിഷെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മൊത്തം തകിടം മറിക്കുന്ന ദൃശ്യങ്ങൾ അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. കാരണം ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ആ ഷട്ടറുകൾ തുറന്നപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങുന്ന ആ വെള്ളം അത് വിഷം കലർന്ന കൊടിയ രാസമാലിന്യം തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ നിറം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആ കറുത്ത നിറം, ആ ദൃശ്യങ്ങൾ നമ്മളേറെ ഭീതിപ്പെടുത്തുന്ന സാധനം തന്നെയാണ്. കാരണം അതിൻ്റെ ആവാസവ്യവസ്ഥ മൊത്തം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്, കാരണം വലിയൊരു നീരൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ചത്തുപൊങ്ങിയ മീനുകൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. ഈ ചത്തുപൊങ്ങിയ മീനുകളെല്ലാം തന്നെ ഈ പെരിയാറിൻ്റെ കൈവഴിയായിട്ടുള്ള ഈ കായലിനോട് സംഗമിക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ, അതായത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശത്ത് ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട്. അവർക്കിടയിൽ അവിടെ വലിയ ദുർഗന്ധം വമിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും 5 തീരുമാനങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചത്തുപൊങ്ങിയ മീനുകൾ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുക എന്നത്. അത് ഉടനടി 7 ദിവസത്തിനകം ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സമരക്കാരെല്ലാം തന്നെ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ടുവന്ന മീനുകൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ ചത്തുപൊങ്ങിയ മീനുകളാണ്. അതാണ് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുമ്പിലേക്ക് അവർ വലിച്ചെറിഞ്ഞത്. അത് വേറൊന്നുമല്ല, അവർക്കിനി ഒന്നും ചെയ്യാനില്ല. മത്സ്യത്തൊഴിലാളികളായ ആളുകൾക്ക് ഇനി എങ്ങനെ കായലിൽ നിന്നും അല്ലെങ്കിൽ ഈ പുഴയിൽ നിന്നും മീനുകൾ കിട്ടും? ഈ കായലിലും പുഴയിലും ഉണ്ടായ മീനുകളെല്ലാം ചെന്ന് ചത്തു പൊങ്ങിയിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന ഒരു അണു പോലും, ഒരു ചെറിയ മത്സ്യം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ്. പെരിയാർ പൂർണ്ണമായിട്ടും നിർജീവാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇനി ആ ഒരു പഴയ ഘട്ടത്തിലേക്ക് വരണമെങ്കിൽ അത് മാസങ്ങൾ, നാളുകൾ എടുക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ഇനി കുറച്ചു കാലത്തേക്ക് സൗജന്യ റേഷൻ, ആ റേഷൻ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കണം എന്ന ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെ നടപടി വേണം. പ്രധാനപ്പെട്ട 5 കമ്പനികൾക്കാണ് നിലവിൽ ഈ പെരിയാർ പുഴയിലേക്ക് ജലം ഒഴുക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജലത്തിൽ മാലിന്യങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രം കൊടുക്കുന്നതാണ്. പക്ഷേ ഈ കമ്പനികളിൽ നിന്ന് വരുന്ന രാസമാലിന്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ട. ശരിയാണ് ശ്യാം. ഇപ്പോൾ ഈ കണക്കെടുക്കാൻ തുടങ്ങിയാൽ ഇതിന്റെ ഉത്തരവാദികളായി ഒരുപാട് ആളുകളെ നിരത്തി നിർത്തേണ്ടി വരും. അവരുടെ എല്ലാം അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ മറന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദുരന്തത്തിലേക്ക് പെരിയാർ നദി എത്തിയത്. ഞാൻ ശ്യാമിലേക്ക് തിരികെ എത്താം. ജോഷി എന്നൊരു പ്രേക്ഷകൻ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജോഷി, ബംഗളൂരുവിൽ ഇപ്പോൾ പലപ്പോഴും ഈ തടാകമൊക്കെ ഇങ്ങനെ പതഞ്ഞു പോകുന്നത് നമ്മൾ കൗതുക കാഴ്ചയായി കാണാറുണ്ട്, അവിടെ മാലിന്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. നമ്മുടെ പെരിയാർ നമ്മൾ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു സുന്ദരമായ നദിയാണ്. അതാണിപ്പോൾ ശവപ്പറമ്പ് പോലെ ആയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഇതിന് സങ്കടം തോന്നുന്നുണ്ട്. ഒരു മറുനാടൻ മലയാളം എന്ന രീതിയിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നിപ്പം ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഗോള
ചർച്ചകൾ നടത്തുകയും പാരീസ് സമ്മിറ്റൊക്കെ നടത്താൻ ഇവിടുന്ന് നമ്മൾ പ്രതിനിധികളൊക്കെ വിടുമ്പം ഇത് നമ്മളിവിടെ മാധ്യമത്തിൽ കാണിക്കുന്ന ലോകം മുഴുവൻ കാണുന്നതാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. അപ്പം അടിയന്തരമായിട്ട് അത് കമ്പനികളാണെങ്കിൽ കമ്പനി ഉത്തരവാദപ്പെട്ടവരാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുക, കമ്പനികൾക്ക് താക്കോലിട്ട് പൂട്ടുക. അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് തുടർന്ന് ചെയ്യേണ്ട എന്നാന്നുള്ളത് ചർച്ചയും 5 അംഗ കമ്മീഷനൊക്കെ അല്ല. ഇപ്പം അടിയന്തരമായിട്ട് പൂട്ടുക കമ്പനികൾ, എന്നിട്ട് ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ലോകത്തിനൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം നമ്മൾ കേരളവും ഇന്ത്യയും. അതായത് ആക്ഷൻ ഇമ്മീഡിയറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മലിനീകരണവും ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ വരുത്തുന്ന നാശനഷ്ടങ്ങൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ് ശ്രീ ജോഷി, വളരെ കടുത്ത നടപടികൾ വേണം എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേരത്തെ ശ്യാം പറഞ്ഞ പോലെ ആ ഉറപ്പുകളിലേക്കും മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണങ്ങളിലേക്കും ഒന്ന് പോകാം. എന്തായാലും നിലവിൽ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പരിഹാരം നടപ്പാക്കാം എന്നൊരു കടലാസിലെ ഉറപ്പുകൊണ്ട് ആളുകൾ പിൻവാങ്ങുകയാണ്. മന്ത്രി പി രാജീവ് ഒക്കെ സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മണ്ണും വെള്ളവും വായുവും മനുഷ്യ നിലനിൽപ്പിന്റെ ഉറവിടമെന്ന് വിളിച്ചോതുന്നു പരിസ്ഥിതി പ്രവർത്തകർ. സമരമേറ്റെടുത്ത കോൺഗ്രസും AIYF-ഉം ഏലൂരിലെ ഓഫീസിൽ. അടിയന്തരമായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന മന്ത്രി പി രാജീവിന്റെ ഉറപ്പ്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇറിഗേഷൻ, ഹെൽത്ത്, ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നത്തിൽ വ്യവസായ മന്ത്രി ഇടപെട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 5 തീരുമാനങ്ങൾ രേഖയായി ഉറപ്പു നൽകിയ ശേഷമാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ സമരം അവസാനിപ്പിച്ചത്. മത്സ്യത്തിൻ്റെ സംസ്കരണം, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായം, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, ഏതൊക്കെ കമ്പനികളാണ് മാലിന്യമൊഴുക്കിയത് അവർക്കെതിരെയും കർശന നടപടി. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശരി, ഒരു പ്രേക്ഷകൻ കൂടി കേരള നദീ സംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായ ശ്രീ TN പ്രതാപൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രതാപൻ, വളരെ ദുരന്തപൂർണമായ കാഴ്ച നമ്മൾ പെരിയാറിൽ നിന്ന് കാണുന്നു. ഇത് വ്യവസായശാലകളുള്ള അല്ലെങ്കിൽ അത്തരം സമീപത്തോടെ പോകുന്ന ഏത് നദിയിലും ഏത് നിമിഷവും കാണാവുന്നതാണ്. കേരളത്തിൽ വ്യവസായശാലകൾ ഈ ഭാഗത്ത് മാത്രമുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ മറ്റിടങ്ങളിലേക്ക് ഇത് വരില്ല എന്ന ആശ്വാസമാണ്. പക്ഷേ പെരിയാർ പോലെ ഇത്രയും ജലസമ്പത്ത് നമുക്ക് നൽകുന്ന ഒരു നദിയെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കാര്യം പോകുന്നതിന് അതിൽ ഈ നടപടികളൊക്കെ മതിയോ? ഇപ്പോൾ ഈ കടലാസിൽ കൊടുത്ത ഉറപ്പുകളൊക്കെ മതിയോ? അതൊക്കെ പാലിക്കപ്പെടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പോരാ, ഇത് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഇതിൽ നഷ്ടപ്പെട്ട മീൻ വളർത്തി ജീവിക്കുന്നവരും ഇതിൽ വലവീശി പിടിച്ച് മീൻ വിൽക്കുന്നവരും അതുകൊണ്ട് കുടുംബം കഴിയുന്നതും ധാരാളം കുടുംബങ്ങൾ ആ ഭാഗങ്ങളിലുണ്ട്. അവർക്കുള്ള നഷ്ടപരിഹാരം ഇവരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഈടാക്കി അവർക്ക് കൊടുക്കേണ്ടതാണ്. അവരുടെ ജീവനോപാധിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ഒരു വിഷയമാണ് എനിക്കിതിൽ അഭിപ്രായം പറയാനുള്ളത്. ഇവർക്കെതിരെ കർശന നടപടി. കാരണം മനുഷ്യക്കുരുതി പോലെ തന്നെ ഒരു കുരുതിയാണ് ജീവന്. ഇപ്പൊ നമ്മളെ മത്സ്യങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള ധാരാളം ജലജീവികൾ അതിനകത്തുണ്ട്. മത്സ്യജീവി ബോധ്യമെന്ന് മാത്രമല്ല, ഒരുപാട് ജീവികൾ നഷ്ടപ്പെട്ടു. ഇവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. അതാണ് എന്റെ അഭിപ്രായം. ശരിയാണ് ശ്രീ TN പ്രതാപൻ. ഇതിന് ആരാണ് ഉത്തരവാദികൾ? അവരിൽ നിന്ന് തന്നെ അതിന്റെ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. രതീഷ് എന്ന പ്രശ്നം കോട്ടയത്ത് നിന്ന്. ശ്രീ രതീഷ്, കണ്ടിട്ട് എന്ത് തോന്നുന്നു? സങ്കടമാണ് പെരിയാറിലെ ഈ കാഴ്ചകൾ. എങ്ങനെ സങ്കടം വരാതിരിക്കും സാർ? കാരണം ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെയുള്ള കേസുകെട്ടുകൾ മുഴുവൻ മുക്കുന്നത്. ഇവിടുത്തെ നീതിപീഠമൊക്കെ ഇത് കാണുന്നില്ലേ? ഇതിനൊക്കെ അവർക്ക് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. ഇവിടെ തെറ്റ് ചെയ്യുന്നവന് ശിക്ഷയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം കൈക്കൂലിപ്പുറത്ത് മറിയുന്നു. രാഷ്ട്രീയക്കാരും ഈ ഉദ്യോഗസ്ഥരുമാണ് ഇതിന് ഏറ്റവും വലിയ കുറ്റവാളികൾ. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്താൽ ഇത് ഇവിടെ അവസാനിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ രതീഷ്. എന്തായാലും
ശക്തമായ നടപടികൾ വേണമെന്ന ഒറ്റ അഭിപ്രായം തന്നെയാണ് എല്ലാവരിൽ നിന്നും ഉയരുന്നത്. അത് ഉണ്ടാകുമോ എന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങളെ ഇത്രയേറെ മലിനമാക്കുന്ന ഒരു സ്ഥലം വേറെയുണ്ടോ എന്ന് നേരത്തെ പല ലോകസഞ്ചാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ടാണ്. മറ്റ് പലയിടങ്ങളിലും നദികളിലേക്കാണ് അവരുടെ പൂമുഖങ്ങൾ, വീടിൻ്റെ പൂമുഖങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറമാണ് നദികളിലേക്കും തോടുകളിലേക്കുമുള്ളത്. അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ആ തോട്ടിലേക്കും നദിയിലേക്കും ഒഴുക്കുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമായി കാണുന്ന സമൂഹം കൂടി ഇവിടെ ഉണ്ട്. അതിന് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായി ഉത്തരവാദികളാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരം ഇതുപോലെയുള്ള വലിയ കമ്പനികൾ ഇങ്ങനെ വിഷമാലിന്യം ഇതിലേക്ക് തള്ളിവിടുമ്പോൾ അത് വിഷമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഞാൻ ശ്യാമിലേക്കൊന്ന് പോവുകയാണ്. ശ്യാം, ഇപ്പോൾ ഈ പറഞ്ഞ ഉറപ്പുകൾ, ഈ ചത്തൊടുങ്ങിയ മീനുകളെ നീക്കം ചെയ്യുക, ഈ വലിയ നഷ്ടം സംഭവിച്ച മത്സ്യകർഷകർക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ഉറപ്പാക്കുക, പെരിയാറിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട നടപടിയിൽ കൂടി വേണമല്ലോ. ഇതൊക്കെ സമയബന്ധിതമായി നടപ്പാക്കും എന്ന് ഉറപ്പുണ്ടോ? അതിന് എന്തെങ്കിലും ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടോ? അതൊക്കെ നാളെ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുമോ? നിമിഷ, നമ്മുടെ ഈ നിയമ സംവിധാനങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ആ നിയമ സംവിധാനങ്ങൾക്ക് ഏറെ ഗുണകരമായ സാധനമാണ്. കാരണം അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർക്കശമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. പക്ഷേ ഈ നിയമ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ പുഴ മലിനീകരണവും മറ്റും നടക്കുന്നത്. ഈ പുഴ മലിനീകരണം ഇപ്പോൾ ഈ പെരിയാറ് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുന്നു. അതിനെ ഇനി പുനരുജ്ജീവിച്ചെടുക്കാൻ ഇനി ഏകദേശം മാസങ്ങൾ വേണ്ടി വരും. അത്തരം ഉറപ്പുകളൊന്നും തന്നെ ഇവിടെ ആരും നൽകിയിട്ടില്ല. പക്ഷേ ഈ കമ്പനികളെല്ലാം തന്നെ നിർബാധം പ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ മഴ ഒന്നുകൂടി ശക്തി ആർജിച്ചാൽ, കൂടുതൽ വെള്ളം ശക്തമായി ഒഴുകിയാൽ ഒരുപക്ഷെ വീണ്ടും ഇവർ സംഭരിച്ചു വച്ചിരിക്കുന്ന ആ മാലിന്യശേഖരം ഈ പുഴയിലേക്ക് ഒഴുക്കിയേക്കാം. അത് നമ്മൾ പോലും അറിയുന്നില്ല. കാരണം മുമ്പൊക്കെ വലിയ തോതിൽ ഈ പ്രളയ സമയത്ത് ആണെങ്കിൽ പോലും ആ ഘട്ടത്തിലൊക്കെ വലിയ തോതിൽ ഇത്തരം കമ്പനികൾ ഈ മാലിന്യങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് എന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്, അവിടെ നാട്ടുകാർ പോലും. അങ്ങനെ ഈ കമ്പനികളൊക്കെ അവിടെ നിർബാധം പ്രവർത്തിക്കുമ്പോഴും ഇത്തരം ഈ പറയുന്ന പെരിയാറിലേക്ക് ഈ മാലിന്യ കുഴലുകൾ ഇവർ ഇടുന്നത്, അത് തടയാൻ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോ മറ്റ് അധികാരികൾക്കോ കഴിയുന്നില്ല. അവിടെയാണ് ഏറ്റവും ആദ്യം പിടിക്കേണ്ടത്, അല്ലെങ്കിൽ പിടികൂടേണ്ടത്. അത് തടയിടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പുഴകൾ മലിനമാക്കുന്നത് ഏകദേശം നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ കഴിയുന്ന ചതിയൻ തുരുത്തുന്ന സ്ഥലത്ത് നിന്നും അൽഫോൺസ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ശ്രീമതി അൽഫോൺസ, എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്കൊക്കെ പെരിയാറിൻ്റെ, എനിക്കറിയില്ല അതിൻ്റെ ഒരു പ്രകൃതിപരമായ കിടപ്പെങ്ങനെയാണെന്ന് അറിയാമെങ്കിലും അങ്ങോട്ടേക്കൊക്കെ ഈ വെള്ളം എത്താൻ സാധ്യതയുള്ളതാണോ? നിങ്ങളെയൊക്കെ നേരിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ഇതിന്റെ ഈ പെരിയാറിന്റെ വിഷവെള്ളം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ? ഞാൻ പെരിയാറിന്റെ തൊട്ടും കഴിയുന്ന ഒരു വ്യക്തിയാണ്. എന്റെ മോൻ മീൻകൂടുണ്ടാക്കി കടങ്ങൾ മേടിച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ് നശിച്ചു പോയിരിക്കുന്നത്. ഇപ്പൊ ഈ ക്ലാസ് തുറക്കാറായിരിക്കുന്നത്. ഈ കുഞ്ഞുമക്കളെ എങ്ങനെ സ്കൂളിൽ പറഞ്ഞുവിടും? എങ്ങനെ ഈ മഴയും കാറ്റുമായി വീട്ടിൽ പട്ടിണി, ദാരിദ്ര്യം, അങ്ങനെ പല പല പ്രശ്നങ്ങളും. വെള്ളത്തെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ കുറ്റക്കാര നിർത്തലാക്കാൻ ആർക്ക് കഴിയും? ആരിതിന് തുനിയും? ഇത് ഇന്നല്ല, പല നാളുകളായിട്ട് അവർ കാറ്റും മഴയും വരും വിഷമിട്ട് പല പ്രാവശ്യം മീൻ കുഞ്ഞുങ്ങൾ ചത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര കണക്കാക്കിയിട്ടില്ല. പക്ഷെ ഇത് ഈ ജനങ്ങളോട് ചെയ്ത ഇത്രയും വലിയൊരു കൊലപാതകം, കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഞാൻ പറയണം. അവരാ കുറ്റാക്കാ കമ്പനിക്കാരാ. ശരിയാണ്. നേരിട്ട് ആ ദുരന്തം അനുഭവിക്കുന്നവന്റെ വിഷമം മുഴുവൻ ആ ശബ്ദത്തിലുണ്ട്. ശ്രീമതി അൽഫോൺസ, മകൻ എത്ര രൂപയുടെ കൃഷിയാണ്? ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് 10-15 ലക്ഷം നഷ്ടം വന്ന ചെറുപ്പക്കാർ നിസ്സഹായരായി നിൽക്കുന്നത് കണ്ടു. എത്ര രൂപയുടെ നഷ്ടം നിങ്ങൾ കണക്കാക്കുന്നുണ്ട്? പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്റെ മോൻ കടങ്ങൾ മേടിച്ച്, ഒരു നിവർത്തിയില്ലാത്ത പിച്ചക്കാരാണ് ഞങ്ങൾ. ഇത്രയും കടങ്ങൾ മേടിച്ച് ഭാര്യയുടെ സ്വർണം പണയം വെച്ച് ഈ മീൻ കുഞ്ഞുങ്ങളെ 10 ലക്ഷത്തിന്റെ അടുത്ത് എന്റെ മോനിന്ന്. ഞാനൊരു രോഗിയാണ്. എന്നെ മാസത്തിന് മരുന്നിന് കൊണ്ടുപോകണം. ഇതെല്ലാം ഈ കൊച്ചു മോനെന്റെ തലയിലാണ്. ഞങ്ങൾ എങ്ങനെ ജീവിച്ചു? ഈ വെള്ളം പൈപ്പുകളെല്ലാം ഈ പുഴയുടെ അടിയിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. അതിൽ കൂടി വിഷവെള്ളം കടന്നിട്ടുണ്ടോന്നും അറിയില്ല. കുഞ്ഞുമക്കളെല്ലാം ഇത് കുടിക്കുന്ന, ഞങ്ങളെല്ലാം ഇത് കുടിക്കുന്നവരല്ല. അപ്പൊ മത്സ്യങ്ങളെല്ലാം മനുഷ്യരിന്റെ അകന്നിടയിൽ. അപ്പൊ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തി
ഈ നഷ്ടപരിഹാരം നടപടി ഉണ്ടാകണം. അമ്മ, അവിടെ ആരെങ്കിലും ജനപ്രതിനിധികൾ ആരെങ്കിലും വന്നോ? നിങ്ങളുടെ ഈ ദുരന്തം നേരിട്ട് കണ്ടറിയാൻ ആരെങ്കിലും വന്നോ? ഇത് അവസാനം ഈ നഷ്ടത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല, തെളിവില്ല എന്നൊക്കെ പറഞ്ഞു കളയും. ആരെങ്കിലും വന്നു ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? BJP-യിൽ നിന്നും കുറച്ച് ആൾക്കാർ, BJP-ക്കാർ വന്ന് ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ കണ്ട് അവർ പറഞ്ഞ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താവുള്ളൂ, അങ്ങനെയെങ്കിലും പറയാൻ അവരെത്തിയല്ലോ. അതിന് ഞാൻ പറഞ്ഞു നന്ദിയുണ്ടെന്ന്. ഈ വേദന, ഞങ്ങളുടെ ഈ വേദന ഹൃദയം പൊട്ടി ഈ കരത്തില് ആര് കാണുന്നുണ്ട്? മോളിലിരിക്കുന്ന ദൈവം അല്ലാതെ ഒരു മനുഷ്യരുമില്ല ഇത് കാണാൻ. ഇനിയല്ല മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും അർദ്ധപട്ടിണിയിലാണ് ഓരോ കുടുംബങ്ങളും. അതിന് സമാധാനം സർക്കാർ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ അമ്മമാരും ഓരോ മുഴം കയറുമായി ഏതോ ഓഫീസിൽ ബാധിക്കുന്നുണ്ട്, അവിടെ വന്ന് ഞങ്ങളുടെ ജീവൻ അങ്ങനെയൊന്നും പറയില്ല അമ്മ, അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന ഏതെങ്കിലും നഷ്ടപരിഹാരങ്ങളൊക്കെ നമ്മുടെ സർക്കാരും സംവിധാനങ്ങളൊക്കെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മയുടെ വാക്കുകളിലുണ്ട് ആ സങ്കടം മുഴുവൻ. സ്കൂള് തുറക്കാൻ പോവുകയാണ്, കുട്ടികൾക്ക് ബാഗ് വാങ്ങണം, പുസ്തകം വാങ്ങണം, എൻ്റെ മകൻ എന്ത് ചെയ്യുമെന്നാണ് അൽഫോൺസ എന്ന അമ്മ ചോദിക്കുന്നത്. തങ്ങൾക്കല്ലെങ്കിൽ ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന വാക്കുകളാണ്. അങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ധൈര്യത്തോടെ ഇരിക്കുക. ആ തെളിവുകൾ അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് വന്ന നഷ്ടം വ്യക്തമാക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുക, കണക്കുകൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിന്നീട് കണക്കുകളില്ല, തെളിവില്ല എന്ന് പറഞ്ഞ് ആ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, സമാധാനം ഉണ്ടാകുമെന്ന് കരുതാം. വളരെ സങ്കടത്തോടെയാണ് അവർ സംസാരിച്ചത്. മറ്റൊരു സീത എന്ന പ്രേക്ഷക പെരുമണിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീമതി സീത, പറയുക. അമ്മയുടെ വാക്കുകൾ കേട്ടാൽ ആരും സങ്കടപ്പെട്ടു പോകും. ഇതാണ് ഒരുപാട് മനുഷ്യരുടെ അവസ്ഥ. കേൾക്കാമോ? മീനുകളൊക്കെ ചത്തൊടുങ്ങിയത് ഈ മനുഷ്യന്റെ ഉപജീവനമാർഗം തകർത്ത് പട്ടിണിയിലാക്കിയ കാര്യമല്ലയോ ഇവിടുത്തെ സർക്കാർ. ശരി അമ്മ, ടി വിയിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. ശ്രീമതി സീതയുടെ പ്രതികരണമാണ് കേട്ടത്. പെരുമണിൽ നിന്ന് എന്തായാലും സംവിധാനങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനെതിരെയൊക്കെയുള്ള ഒരു ജനവികാരമാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമാണ്. ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന വേളയിൽ നമ്മുടെ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും കിട്ടുന്ന പൈസ മുഴുവൻ കുട്ടികളുടെ പഠനത്തിനും അവരുടെ മറ്റാവശ്യങ്ങൾക്കും വേണ്ടി സ്വരൂപിക്കുന്ന ഒരു സമയത്ത് ഇത്ര വലിയ നഷ്ടമുണ്ടായാൽ എങ്ങനെ പാവം മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ്. ഈ വിഷം പെരിയാർ എന്ന നദിയിലേക്ക് കലക്കി വിട്ടവർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. സർക്കാരിൽ നിന്നല്ല, യഥാർത്ഥത്തിൽ ഈ വിഷം കലക്കിയവരിൽ നിന്നും അത് ഒഴുക്കിവിട്ട കമ്പനിയിൽ നിന്നുമാണ് നഷ്ടപരിഹാരം ഈടാക്കി ഈ സാധുക്കൾക്ക് നൽകേണ്ടത്. അതിനുള്ള ഉറപ്പാണ് വേണ്ടത്. അല്ല കടലാസിൽ എഴുതി ഒപ്പിട്ടത് കൊണ്ട് കാര്യമില്ല. ദിവസങ്ങൾക്കകം നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. അത് ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരും. വളരെ നന്ദി പ്രതികരിച്ച പ്രിയ പ്രേക്ഷകർക്ക്.